ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു സാധനം ഇതാരും കാണാത്തവരായിട്ടും ഇല്ല, പൊട്ടിക്കാത്തവരുമായിട്ടില്ല. എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടിയ എന്തായാലും ഞാൻ പൊട്ടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കേക്ക് ബോർഡാണ്. അപ്പോൾ ആ ഒരു കവറ് കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ടൊന്ന് വച്ച് കൊടുക്കുക. എന്നിട്ട് കേക്ക് ബോർഡിൻ്റെ സൈസിൽ ഞാൻ മാർക്കർ ഉപയോഗിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കറക്റ്റ് ഷേപ്പിൽ വരച്ചതിന് ശേഷം സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് ബോർഡിൽ നന്നായിട്ട് ആ കവർ ഒട്ടിപ്പിടിച്ചതിന് ശേഷം ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഈ കളർ അടിക്കുന്നതന്നേ ഉള്ളൂ. ബ്ലൂ, ബ്ലാക്ക്, അവരെന്നൊക്കെ ഇഷ്ടമുള്ളത് ഏത് കളർ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ അതിൽ മൊത്തത്തിൽ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓറഞ്ച് പീൽ എടുക്കുന്നുണ്ട്. ഓറഞ്ച് പീല് ഉണക്കിയതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു 3-4 ദിവസം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട്. അത് നമ്മൾ എടുത്ത ഉടനെ ഒടിഞ്ഞു പോയില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ഉണക്കിയെടുക്കേണ്ട. മാക്സിമം 3-4 ദിവസം അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അത് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പ് പേപ്പറിൽ ഒരു റോസ് ഉണ്ടാക്കിയില്ലേ, എൻ്റെ ഷോർട്സ് വീഡിയോയിലുണ്ട്. അപ്പോൾ ആ ഷോർട്സ് വീഡിയോ ഒന്ന് കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു ഓറഞ്ച് പീലെടുത്ത് ഇതുപോലെ മടക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഒട്ടിക്കുക. നമ്മൾ വെറുതെ കഴിച്ചിട്ട് എടുത്തെറിയുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ്. അപ്പോൾ അതെന്തുമാത്രം നമുക്ക് ഇതുപോലെ ഒരു വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് പുതിയതായിട്ടൊരു സാധനം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതിപ്പോൾ ഓറഞ്ച് തൊലിയാണ്, അല്ലാതെ വേറെ എന്തൊക്കെ ഈ ഓറഞ്ചിൻ്റെ തന്നെ കുരു ഉപയോഗിച്ച് എന്തുമാത്രം ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് നമ്മുടെ ഐഡിയാസ് പോലെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ആ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഇതുപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം കേക്ക് ബോർഡിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവിക്കോൾ ആണെങ്കിലും പക്ഷേ ഇത്തിരി ടൈം എടുക്കും ഫെവിക്കോൾ ആണെങ്കിൽ. അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ തോടൊക്കെ ചുറ്റി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായി, നമ്മുടെ നാരങ്ങയുടെ തോടാണ്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് വെട്ടി ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ ഓരോ പെറ്റൽസ് പോലെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ 2 നാരങ്ങ തോടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും വെട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് നൂലെടുക്കുന്നുണ്ട്, വൈറ്റ് കളർ നൂലെടുത്തു. അതിന് ശേഷം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കുക. ഞങ്ങൾ തിരുവനന്തപുരംകാർ ഓറഞ്ചിൻ്റെ തൊലി, നാരങ്ങയുടെ തൊലി എന്നൊക്കെയാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാറെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളെടുത്ത നൂലെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയുടെ മുകളിൽ റെഡ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പിസ്താ ഷെല്ല് എടുക്കുന്നുണ്ട്. ആ പിസ്താ ഷെല്ലിൽ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് നേരത്തെ ഉണക്കി വെച്ചിരുന്നു. അങ്ങനെ അതൊരു ലീഫ് പോലെ ഞാൻ മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, റൗണ്ട് ഷേപ്പിൽ. അങ്ങനെ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ റിബൺ ഉപയോഗിച്ച് ബോ ഉണ്ടാക്കിയതാണ്. അതും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് വൈറ്റ് കളർ ഉപയോഗിച്ച് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ആ ഫ്ലവറിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കേക്ക് ബോർഡിൽ ഞാൻ മെറ്റാലിക് കളർ സിൽവർ കളർ ഉപയോഗിച്ച് വീണ്ടും ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈ ചെയിനിലെ ഈ തോട് ഉപയോഗിച്ച് ചെയ്തത് ഈ വർക്ക് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ വാർണിഷ് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ചീത്തയാകാതെ നമ്മൾ വെറുതെ കഴിച്ചിട്ട് എടുത്തെറിയുന്ന ഒരു വേസ്റ്റിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു ഐഡിയാസ് പോലെ പുതിയൊരു ഐറ്റം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഐറ്റവുമായി ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.